ഹലോ, ഇന്നെൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ടോട്ടൽ ഒരു 30 കളേഴ്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതിൽ പലതും റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കൈവശമുള്ള ബ്ലൂവിൻ്റെ വേരിയേഷൻസ് ആണ് ഈ കാണുന്നത്. ഇതിൽ പലതും ഒരുപോലെ തോന്നുമെങ്കിലും ചെറിയ ചെറിയ ഷെയ്ഡിൻ്റെ വ്യത്യാസങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് ഗ്രീനിൻ്റേത്. ഇതിൽ കുറച്ചൊക്കെ ഒന്നും വർക്കിംഗ് അല്ല, പക്ഷെ വർക്കിംഗ് അല്ലാത്തത് ഞാൻ കളയാതെ വെച്ചിട്ടുള്ളത്. അത് നമുക്ക് വർക്ക് ചെയ്തെടുക്കാനുള്ള ഹാക്ക് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അത് ഞാൻ പിന്നൊരു ദിവസം വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഇതാണ് ഗ്രേ കളേഴ്സ് ആയിട്ടുള്ളത്. പക്ഷേ ഈ ജ്യൂസിൻ്റെ നെയിൽ പോളിഷ് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് അത് മാക്സിമം വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് യെല്ലോ. ഇത് രണ്ടും ഞാൻ കയ്യിൽ മാത്രം ഇടാനാണ് യൂസ് ചെയ്യാറുള്ളത്. കാലിൽ അങ്ങനെ ഈ രണ്ട് കളറും ഇടാറില്ല. ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കുന്ന കളറുകളായതുകൊണ്ടാണ്. പിന്നെ ഒരു സിൽവർ കളറിലെ നെയിൽ പോളിഷ് ഉണ്ട്. പിന്നെ ഇതൊരു ഗ്രീൻ കൂടിയിട്ടുള്ള ഒരു ക്രീം കളറാണ്. അതുപോലെ തന്നെ ഒരു പിങ്ക് കൂടിയിട്ടുള്ള ക്രീം കളറും കൂടെ ഉണ്ട്. പിന്നെ രണ്ടെണ്ണം ഉള്ളത് വൈറ്റ് കളർ തന്നെയാണ്. അതിൽ ഒരെണ്ണം ജ്യൂസാണ്, അത് പെട്ടെന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഉള്ളത് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴും വർക്കിംഗ് ആണ്. പിന്നെ ഉള്ളത് ഒരു ലാവൻഡർ കളർ, അത് ജ്യൂസിൻ്റെയാണ്, അത് അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുമുണ്ട്. പിന്നെ ഒരു ഇൻസൈറ്റിൻ്റെ ഒരു കോഫി ബ്രൗൺ പോലെയുള്ള ഒരു കളർ ടോപ്പാസിൻ്റെ. ഈ ടോപ്പാസ് എന്ന് പറയുന്നത് സാധാ കമ്പനിയാണ് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ റെഡിൻ്റെ വേരിയേഷൻസ് ആണ്. ഇത് തന്നെ പല പല കളർ. ഈ കളർ തന്നെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ് ആ റെഡ് ആയിട്ടിരിക്കുന്നത്. ഇത് ഒരു ചില്ലി റെഡ് കളറ്. കടയിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി തോന്നി വാങ്ങിക്കുന്നതാണ്. ഒന്നോ രണ്ടോ തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ പെട്ടെന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കളറ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളതും. അത് കുറേ ആയി വാങ്ങിച്ചിട്ട്, പക്ഷേ ഇതുവരെ ഡ്രൈ ആയിട്ടില്ല. ഇതൊരു ലാവൻഡർ, ലൈറ്റ് ലാവൻഡർ കളറാണ്. പിന്നെ ഉള്ളത് ഒരു ബ്ലാക്ക് കളറാണ്. ഇതും ഇതുവരെ ഡ്രൈ ആയിട്ടില്ല, പക്ഷെ നല്ല ലോക്കൽ കമ്പനിയാണ്. ഇതുവരെ ചീത്തയായി പോയിട്ടൊന്നുമില്ല. പിന്നെ ഈ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് തന്നെ കൂടുതൽ കളർ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാറുണ്ട്.